ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പം നമ്മൾ 2025 നവംബറിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു PYQ സെഷനാണിത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നവംബർ 2025 നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ നവംബറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025 കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ നിങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ, കാരണം പരീക്ഷകളെല്ലാം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലേക്ക് മാറി. അപ്പോൾ ഒരു ക്വസ്റ്റിന് 4 ഫാക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കറക്റ്റായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, ഒരു മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അത് റിലേറ്റഡുള്ള ഫാക്ട്സുകൾ കംപ്ലീറ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിലേക്ക് പോയാലോ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് കർമ്മ. നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം, അതായത് നമ്മൾ പറയില്ലേ, ഏറ്റവും ഹൈ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അതിന് ആപ്റ്റായിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. പിന്നെയോ ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പിന്നീട് കേൾക്കാൻ സാധിക്കും. അതുപോലെ എല്ലാത്തിൻ്റെയും നോട്ട്സുകൾ, PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അതുപോലെ പിന്നീട് ടെസ്റ്റ് സീരീസുകൾ. നമുക്ക് പഠിച്ചാൽ മാത്രം പോരെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം, അല്ലേ? അപ്പം അതിന് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, അതായത് ഫുൾ ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ വീക്ക് ആകുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ ജോബ് നിങ്ങൾക്ക് നിഷ്പ്രയാസം അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിലേക്ക് പോകാം. അതായത് നവംബർ 2025 നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സെഷൻ. അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾ എന്തായാലും നമ്പറിലെ പേപ്പറൊക്കെ വായിച്ച് പോയിന്റുകൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യ അടുത്തിടെ സൈനിക സാന്നിധ്യം അവസാനിപ്പിച്ച ഐനി എയർബേസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താണ് ഇന്ത്യ അടുത്തിടെ സൈനിക സാന്നിധ്യം അവസാനിപ്പിച്ച ഐനി എയർബേസ് എന്നറിയാമോ? അതെവിടെയാണ്? അത് തജാക്കിസ്ഥാനിലാണ്. എവിടെയാണ്? തജാക്കിസ്ഥാൻ. ഓർത്ത് വെക്കുക കേട്ടോ. ഐനി എയർബേസ് സ്ഥിതി ചെയ്യുന്നത് തജാക്കിസ്ഥാൻ. അപ്പോൾ അത് റിലേറ്റഡുള്ള ഫാക്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യണേ. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ മൊത്തം FDIയുടെ 1/3 കൂടുതൽ സംഭാവന ചെയ്ത് 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ മൊത്തം FDIയുടെ 1/3 കൂടുതൽ സംഭാവന ചെയ്ത 2 രാജ്യങ്ങൾ ഏതായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സും സിംഗപ്പൂരും. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച റോഹൻ ബോപ്പണ്ണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോഹൻ ബോപ്പണ്ണ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം 2025 ആരംഭിച്ച മന്ത്രാലയം ഏതാണ് ആ മന്ത്രാലയം? ഓപ്ഷൻ ബി ആണ് തൊഴിൽ മന്ത്രാലയം. ഓർത്തു വെക്കുക, തൊഴിൽ മന്ത്രാലയം. അടുത്തത്, 2025 നവംബറിൽ സാമിയ സുലുഹു ഹസൻ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി? ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ്? 2025 നവംബറിൽ സാമിയ സുലുഹു ഹസൻ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ്? അദ്ദേഹം ടാൻസിയയുടെ പ്രസിഡന്റാണ്. ഏതാണ്? ടാൻസിയ. അടുത്ത ചോദ്യം, മുംബൈ വിമാനത്താവളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അടുത്തിടെ ഹൈഡ്രോപോണിക് വീഡ് പിടിച്ചെടുത്തതിന്റെ പേരെന്താണ്? മുംബൈ വിമാനത്താവളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അടുത്തിടെ ഹൈഡ്രോപോണിക് വീഡ് പിടിച്ചെടുത്തതിന്റെ പേര് എന്തായിരുന്നു? ഓപ്പറേഷൻ വീഡ് ഔട്ട്. ഓപ്പറേഷൻ വീഡ് ഔട്ട്. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ ICGH 2025 നടക്കുന്ന നഗരം ഏതാണ് ആ നഗരം? ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ഓർത്ത് വെക്കുക. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ ICGH 2025 നടക്കുന്ന നഗരം ഏതാണ്?
ന്യൂഡൽഹി. അടുത്തത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് അഥവാ COPD അവബോധ മാസമായി പ്രഖ്യാപിച്ചിരിക്കുന്ന മാസം ഏതാണ്? ഏത് മാസമാണ് അവബോധ മാസമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? നവംബർ മാസമാണ്. നവംബർ കേട്ടോ, നവംബർ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അവബോധ മാസമായി പ്രഖ്യാപിച്ച മാസം നവംബർ ആണ്. അടുത്തത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഓർത്തുവെക്കുക, സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, INS ഇക്ഷക് നിർമ്മിച്ച ഇന്ത്യൻ കപ്പൽ നിർമ്മാണ കമ്പനി ഏതാണ്? ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് അല്ലേ? ഓർത്ത് വെക്കുക കേട്ടോ. INS ഇക്ഷക് അതൊക്കെ ചോദിക്കാൻ ഉറപ്പായിട്ട് സാധ്യതയുള്ള പോയിന്റുകളാണ്. അടുത്തത്, ബാറ്റൺ രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഏത് ഭാഗത്തെയാണ്? തലച്ചോർ. ബാറ്റൺ രോഗം മനുഷ്യ ശരീരത്തിൽ തലച്ചോറിനെയാണ് കേട്ടോ ബാധിക്കുന്നത്. 2025 നവംബറിൽ 15 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് നിരോധിച്ചതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ഓർത്തു വെക്കുക, 2025 നവംബറിൽ 15 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് നിരോധിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഡെൻമാർക്ക്. അടുത്തത്, ബഹുമുഖ നാവികാഭ്യാസമായ മലബാർ 2025 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ നാവിക കപ്പൽ ഏതാണ്? ഇതിന്റെ ഫാക്ട്സുകളൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതാണ്. ഏതാണ്? INS സഹ്യാദ്രി. INS സഹ്യാദ്രി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വുമൺസ് വെൽനസ് ഓൺ വീൽസ് WWW സംരംഭം ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? വുമൺ വെൽനസ് ഓൺ വീൽസ് കേട്ടോ. അപ്പൊ അത് തമിഴ്നാടാണ്. ഓർത്തു വെക്കുക, തമിഴ്നാട്. 2025 ഡയറക്ടൺ സമാധാന സമ്മാനം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആരായിരുന്നു? സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദി. അടുത്തത്, ശാരീരിക ക്ഷമതയുള്ള അന്താരാഷ്ട്ര മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പാരാ അത്ലറ്റ് ആരാണ്? ശീതൾ ദേവി. പേരെന്താണ്? ശീതൾ ദേവി. 2025 നവംബറിൽ മാരു ജ്വാല എന്ന അഭ്യാസം എവിടെയാണ് നടന്നത്? മാരു ജ്വാല രാജസ്ഥാനിൽ. എവിടെയാണ്? രാജസ്ഥാൻ. 2025 നവംബറിൽ മുംബൈയിലെ ഒരു പ്രധാന സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ DRI നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്തായിരുന്നത്? ഓപ്പറേഷൻ ബുള്ളിയൻ ബ്ലേസ്. ഓപ്പറേഷൻ ബുള്ളിയൻ ബ്ലേസ്. ഓർത്തു വെക്കുക കേട്ടോ. ലൂസിഫർ എന്ന പുതിയ തേനീച്ച ഇനത്തെ കണ്ടെത്തിയ രാജ്യം ഏതായിരുന്നു? ലൂസിഫർ എന്ന പുതിയ തേനീച്ച ഇനത്തെ കണ്ടെത്തിയത് ഓസ്ട്രേലിയ. അടുത്തത്, 2025 ഏത് സംരംഭത്തിന്റെ കീഴിലാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് 16,000-ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയത്? ഏതായിരുന്നു അത്? ഓപ്പറേഷൻ നാൻഹെ ഫാരിഷ്ടെ കേട്ടോ. ഓപ്പറേഷൻ നാൻഹെ ഫാരിഷ്ടെ. ഇന്ത്യൻ ലാബർണം കേട്ട് കഴിഞ്ഞാൽ നമുക്കും അറിയാത്ത പോലെ ഉണ്ടാവും. ഇത് കണിക്കൊന്നയാണ്. ഇന്ത്യൻ ലാബർണം ഏത് 2 പ്രദേശങ്ങളുടെ സംസ്ഥാന പുഷ്പമാണ്? അപ്പൊ ഒന്ന് നമുക്കറിയാം കേരളമാണെന്ന്. അപ്പൊ ഏതാണ്? കേരളവും ഡൽഹിയും. ഓർത്ത് വെക്കുക, കണിക്കൊന്ന എന്ന പുഷ്പം ഏത് 2 പ്രദേശങ്ങളുടെ സംസ്ഥാന പുഷ്പമാണ്? കേരളവും ഡൽഹിയും. അതിന് പറയുന്ന പേരാണ് ഇന്ത്യൻ ലാബർണം. 2025 ഭാരത് ശ്രീലങ്ക സംസ്കൃത മഹോത്സവം എവിടെയായിരുന്നു സംഘടിപ്പിച്ചത്? ശ്രീലങ്കയിലെ കൊളംബോ അല്ലെ? അതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെയാണ്? ശ്രീലങ്കയിലെ കൊളംബോ. ഇന്ത്യയുടെ കയറ്റുമതി മത്സരക്ഷമത ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പ്രധാന സംരംഭത്തിന്റെ പേരെന്താണ്? എന്തായിരുന്നു അത്? എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ അഥവാ EPM. എന്താണ്? എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ. ഓർത്തു വെക്കുക കേട്ടോ. അടുത്തിടെ വാർത്തകളിൽ കണ്ട മുത് നയോമ എയർബേസ് ഏത് സംസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയായിരുന്നു അത്? ലഡാക്ക്
അല്ലേ? മുത് നയോമ എയർബേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അതെവിടെയാണ്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ആദം ചിനി അരി പരമ്പരാഗതമായി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് കൃഷി ചെയ്യുന്നത്? എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത് ഗുജറാത്തിൽ. എവിടെയാണ്? ഗുജറാത്ത്. ഓർത്ത് വെക്കുക, ആദം ചിനി അരി കേട്ടോ, ആദം ചിനി റൈസ്. അത് ഗുജറാത്തിലാണ് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്നത്. 2025 കേംബ്രിഡ്ജ് നിഘണ്ടുവിലെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ഏതാണ്? എന്താണ് ചോദ്യം? ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 2025 കേംബ്രിഡ്ജ് നിഘണ്ടുവിലെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ഏതാണ്? ഏതാണത്? പാരാ സോഷ്യൽ. ഓർത്ത് വെക്കുക, പാരാ സോഷ്യൽ. ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പാരാ സോഷ്യൽ. അടുത്തത് 2025 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ IAM-ന്റെ 64ാമത് വാർഷിക സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? ബാംഗ്ലൂർ. എവിടെയാണ്? ബാംഗ്ലൂർ. ദേശീയ വ്യാവസായിക വർഗീകരണം NIC 2025 ആരംഭിച്ച മന്ത്രാലയം ഏത്? ഏതായിരുന്നു? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഓർത്ത് വെക്കുക കേട്ടോ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. എന്താണ്? ദേശീയ വ്യാവസായിക വർഗീകരണം 2025 ആരംഭിച്ച മന്ത്രാലയം. 2025 ICC വനിതാ എമേർജിംഗ് നേഷൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഏതായിരുന്നു? തായ്ലാൻഡ്. ഏതാണ്? തായ്ലാൻഡ്. ഓണററി ഓസ്കാർ എന്നും അറിയപ്പെടുന്ന അക്കാദമി ഓണററി അവാർഡ് നേടിയ നടൻ ആര്? ആരായിരുന്നു? ടോം ക്രൂസ്. ടോം ക്രൂസ്. 2025 ദേശീയ തത്വചിന്താ ദിനം എല്ലാ വർഷവും ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഓർത്ത് വെക്കുക, ദേശീയ തത്വചിന്താ ദിനം നവംബർ 20. 2025 G20 നേതാക്കളുടെ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടന്നത്? എവിടെയാണ് നടന്നത്? ദക്ഷിണ കൊറിയ. എവിടെയാണ് നടന്നത്? ദക്ഷിണ കൊറിയയിൽ കേട്ടോ. 2025 G20 നേതാക്കളുടെ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, 2025 നവംബറിൽ വിഷനു സംക്രമൺ പ്രതിരോധ് പരിശീലനം എവിടെയാണ് നടത്തിയത്? എവിടെയാണ് നടത്തിയത്? മധ്യപ്രദേശ്. എവിടെയാണ്? മധ്യപ്രദേശ്. ഓർത്ത് വെക്കുക, 2025 നവംബറിൽ വിഷൻ സംക്രമൺ പ്രതിരോധ് പരിശീലനം നടത്തിയത് എവിടെയാണ്? മധ്യപ്രദേശ്. അടുത്തത്, ഡൽഹിയിൽ 262 കോടി രൂപ വിലമതിക്കുന്ന 328 കിലോഗ്രാം മെത്താംഫെറ്റാമൈൻ പിടികൂടിയ ഓപ്പറേഷന്റെ പേര് എന്ത്? എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. എന്താണ്? ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. അടുത്തത്, 2025 നവംബറിൽ ഏത് നഗരത്തിലെ പരമ്പരാഗത സാരി പോഷകത്തിന് ഭൂമിശാസ്ത്രപരമായ സൂചന അംഗീകാരം ലഭിച്ചു? ഏതിനായിരുന്നു? മധുര. മധുരയിൽ കേട്ടോ, മധുര. അതൊക്കെ നമ്മൾ പഠിച്ചു. GI ടാഗ് ലഭിച്ച സാരി, അരി, ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അടുത്തത്, 2025 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ദേശീയ സമ്മേളനം ഏത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ നേതൃത്വത്തിലായിരുന്നു? ഏതായിരുന്നു? തെലങ്കാന. തെലങ്കാന. ഓർത്തു വെക്കുക കേട്ടോ. ആഫ്രിക്കൻ ഗ്രേ തത്തയുടെ, അതായത് സിറ്റക്കസ് എറിത്തക്കസ്, IUCN സ്റ്റാറ്റസ് എന്താണ്? എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്നത്. APDIM-ന്റെ, അതായത് ഏഷ്യൻ ആൻഡ് പസഫിക് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് 10ാം സെഷൻ എവിടെയാണ് നടന്നത്? എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിൽ. എവിടെയാണ്? ന്യൂഡൽഹി. അടുത്തത്, പോസ്റ്റോജ്ന ഗുഹ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? പോസ്റ്റോജ്ന ഗുഹ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? സ്ലൊവേനിയ. സ്ലൊവേനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർഷക ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് റൈതന്ന മീകോസം സംരംഭം ആരംഭിച്ചത്? എന്താണ്? റൈതന്ന മീകോസം സംരംഭം ആരംഭിച്ചത് ആരാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. എന്തിനു വേണ്ടിയാണ്? കർഷക ക്ഷേമം ശക്തിപ്പെടുത്തുക. അടുത്തത്, 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ IITF 2025 എവിടെയാണ് നടന്നത്? എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് നടന്നത്.
സിർപൂർ പുരാവസ്തു സ്ഥലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിർപൂർ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 60ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. അടുത്തത്, ബിവ തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബിവ എവിടെയാണ്? ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ബിവ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാൻ. അടുത്തത്, ഗോൾഡൻ ജാക്കൽ അംബാസഡേഴ്സ് പദ്ധതി ഏത് സംസ്ഥാന സർക്കാരിന്റെ സംരംഭമാണ്? എന്താണ്? ഗോൾഡൻ ജാക്കൽ അംബാസഡേഴ്സ് പദ്ധതി ഏത് സംസ്ഥാന സർക്കാരിന്റെ സംരംഭമാണ്? അടുത്തതാണ് തമിഴ്നാടിൻ്റെത്. തമിഴ്നാട് കേട്ടോ, തമിഴ്നാട്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ 34ാമത് സെഷൻ എവിടെയാണ് നടന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എവിടെയാണ്? ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടനിലാണ് നടന്നത്. എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ. എല്ലോറ എവിടെയാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് പ്രോട്ടോസ്റ്റിക്റ്റ സൂര്യപ്രകാശി എന്ന പേരുള്ള ഒരു പുതിയ ഇനം ഡാംസെൽ ഫ്ലൈയെ കണ്ടെത്തിയത്? എവിടെയാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിലാണ് കണ്ടെത്തിയത്. എവിടെയാണ്? പശ്ചിമഘട്ടം. അടുത്തത്, 2025 41ാമത് ഓൾ ഇന്ത്യ ഗവർണേഴ്സ് ഗോൾഡ് കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് നേടിയ ടീം ഏതാണ്? രാജ്യമല്ല, നേടിയ ടീം ഏതാണ്? രാജസ്ഥാൻ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്. അടുത്തത്, 6 വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായി ആരംഭിച്ച കേന്ദ്രമേഖലാ പദ്ധതിയുടെ പേര് എന്താണത്? പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ. എന്താണ്? പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏകദേശം 10:50 നവംബറിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നോട്ട് ചെയ്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പോകുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ്. അപ്പോൾ അതിലും ജോയിൻ ചെയ്യുക. പിന്നീട് എന്താണ്, മാരത്തോണൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെയോ നമുക്ക് 24-ാം തീയതി നമ്മൾ VFAയുടെ ബെബ്കോ LDCയുടെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.